الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള ബറക്കാത്ത് ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ 30-31 ആയത്തുകളാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏറെ ഭയാനകമാണ് റബ്ബിന്റെ അദാബിന്റെ ഇടമായ നരകമെന്നത്. ആ നരകം നിർബന്ധമാക്കുന്ന കാര്യങ്ങളാണ് പാപങ്ങൾ, വിശിഷ്യ വൻപാപങ്ങൾ. കബായിർ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വലിയ വലിയ പാപങ്ങൾ, റബ്ബിന്റെ കോപമുണ്ട് എന്ന് താക്കീത് ചെയ്യപ്പെട്ട, റബ്ബ് ശപിക്കുമെന്ന് പറഞ്ഞ, നരകം നിർബന്ധമാണെന്ന് പറഞ്ഞ, സ്വർഗം നിഷിദ്ധമാണെന്ന് പറഞ്ഞ പാപങ്ങൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയുക എന്നത് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. പക്ഷെ സ്വാഭാവികമായും തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. എത്ര വലിയ ഈമാനും തഖ്വയും ഉള്ളവനാണെങ്കിലും മനുഷ്യൻ ദോഷമുക്തനല്ല, തെറ്റു സംഭവിക്കാത്തവനല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചത് തന്നെ ആ ഒരു രീതിയിലാണ്. എത്ര സൂക്ഷ്മത പാലിച്ചാലും അറിയാതെയെങ്കിലും ചില അബദ്ധങ്ങളിൽ പോയി ഏതൊരു മനുഷ്യനും ചെന്ന് ചാടും, അമ്പിയാക്കൾ ഒഴികെ.
അമ്പിയാക്കൾ മഅ്സൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്, അവർക്ക് തെറ്റുകൾ സംഭവിക്കുകയില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ സൂക്ഷ്മതക്കുറവുകൾ വന്നേക്കാമെങ്കിലും അതൊക്കെ അല്ലാഹു തആലക്ക് പുറത്തു കൊടുത്തിട്ടുമുണ്ട്. നമ്മളങ്ങനെയല്ല. മനുഷ്യന്റെ പ്രകൃതമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നത്. പക്ഷെ അവിടെ റഹ്മാനായ റബ്ബിന്റെ വലിയൊരു നിഅ്മത്താണ് ആ തെറ്റുകൾ പൊറുക്കാനുള്ള വഴിയും അല്ലാഹു തആല സംവിധാനിച്ചു എന്നത്. വ്യത്യസ്തമായ കാരണങ്ങളാൽ റബ്ബ് സുബ്ഹാനഹു വ തആല തിന്മകളെ പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു പൊറുക്കാത്ത തെറ്റുകളില്ല. എന്ത് തെറ്റുകൾ ചെയ്താലും ശരി, ജീവൻ മുഴുവനും തിന്മകളിൽ മുഴുകി ജീവിച്ചവരാണെങ്കിലും ശരി, ആ തിന്മകളിൽ നിന്ന് മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ, റബ്ബേ പറ്റിപ്പോയി എന്ന് പറയാൻ തയ്യാറായാൽ, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവനെ സ്വീകരിക്കാൻ റബ്ബ് സന്നദ്ധനാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ, നബിയേ, എന്റെ അടിമകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. തിന്മകൾ ധാരാളമായി ചെയ്ത് എല്ലാ പരിധിയും വിട്ട എന്റെ അടിമകളെ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നബിയോട് പ്രത്യേകമായി കൽപ്പിക്കുന്നു. ജീവിതം മുഴുവൻ തിന്മയിൽ മുഴുകിയവരാണെങ്കിലും ശരി, എത്ര വലിയ ധിക്കാരിയായി, എത്ര വലിയ തെമ്മാടിയായി, തോന്നിവാസിയായി ജീവിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയതെങ്കിലും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്താപ മനസ്സുമായി റബ്ബിലേക്ക് മടങ്ങിയാൽ അല്ലാഹു പൊറുക്കുമെന്ന് മാത്രമല്ല, അല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി എന്നാണ്. റബ്ബിന്റെ ഒരു അടിമ റബ്ബിലേക്ക് തൗബ ചെയ്തു വരുമ്പോൾ അല്ലാഹു തആല ഏറെ സന്തോഷിക്കുമെന്നാണ് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസിൽ പറഞ്ഞത്. അല്ലാഹു പൊറുക്കുന്നു മാത്രമല്ല, അല്ലാഹുക്ക് വല്ലാത്ത സന്തോഷമാണ്. എന്റെ അടിമ തിരിച്ചു വന്നല്ലോ, എന്റെ അടിമ തെറ്റ് മനസ്സിലാക്കിയല്ലോ, എന്റെ അടിമ എന്നിലേക്ക് മടങ്ങി വന്നല്ലോ. അല്ലാഹുക്ക് ഏറെ സന്തോഷമാണ്. നബി ഞങ്ങൾ അതിന് ഉദാഹരണം പോലും പറഞ്ഞത് ഒരു മരുഭൂമിയിൽ യാത്ര പോകുന്ന മനുഷ്യനെ പോലെയാണ് എന്ന്. മരുഭൂമിയിൽ തന്റെ ഒട്ടകപ്പുറത്ത് തന്റെ വെള്ളവും തന്റെ ഭക്ഷണവും തന്റെ വസ്ത്രങ്ങളുമെല്ലാം ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി ആ ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്ന മനുഷ്യൻ കുറെ യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അല്പം വിശ്രമിക്കാനായി ചെറിയൊരു ഇടവേള കിട്ടിയ ഒരു തണലിൽ അവൻ തൽക്കാലം ഒന്ന് വിശ്രമിക്കാനായി ഇറങ്ങി. അന്ന് ആ ഇറക്കത്തിൽ അവന്റെ കണ്ണൊന്ന് മയങ്ങി ഉറങ്ങിപ്പോയി. ആ ഇടയിൽ ആ ഒട്ടകം എങ്ങോ പോയി കളഞ്ഞു. അവൻ ഉണർന്നു നോക്കുമ്പോൾ അവന്റെ വാഹനം കാണുന്നില്ല. അവന്റെ ഭക്ഷണവും വെള്ളവും അടക്കം ആ ഒട്ടകപ്പുറത്താണ്. ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല, നടന്നു പോകാൻ മാർഗമൊന്നുമില്ല. വിശാലമായ മരുഭൂമിയാണ്. എന്തായാലും നടന്നെത്താൻ സാധ്യതയില്ല. ഈ മരുഭൂമിയിലെ ചൂടും ഈ ദാഹവും വിശപ്പും സഹിച്ച് മരുഭൂമിയിൽ കിടന്ന് മരിക്കാനായിരിക്കും എന്റെ വിധി എന്ന മട്ടിൽ അയാൾ തന്റെ മരണവും കാത്ത് ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മൃഗമത തിരിച്ചു വരുന്നു. ആ ഒട്ടകത്തെ കാണുമ്പോൾ സന്തോഷാധിക്യം കൊണ്ട് ഇയാൾ ചാടി ആഹ്ലാദം കൊണ്ട് വല്ലാതെ ഇയാൾ ആനന്ദിക്കുന്ന ആ മനുഷ്യൻ, അവന് എത്ര സന്തോഷമുണ്ടാകുമോ അതിനേക്കാളേറെ സന്തോഷമാണ് അല്ലാഹു തആലാക്ക് തന്റെ അടിമ തെറ്റുകൾ നിർത്തി തന്നിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നാണ്. പടച്ച റബ്ബിന്റെ റഹ്മത്താണ്, അവന്റെ ഫളലാണ്, അവന്റെ നിഅ്മത്താണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കും ഏത് മനുഷ്യൻ. ഏതൊക്കെ നിമിഷങ്ങളിൽ തെറ്റുപറ്റാത്ത ആളുകളില്ല. കാണാൻ പാടില്ലാത്തത് കാണും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കും, പറയാൻ പാടില്ലാത്തത് പറയും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുവെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരാം. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹാൻ സുമ്മ ഇഹ്തദാ. വഇന്നീ ലഗഫാർ, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്. ഗഫാർ, ഏറെ പൊറുക്കുന്നവൻ. ഗഫൂർ, ധാരാളമായി പൊറുക്കുന്നവൻ. ഗാഫിർ, പൊറുക്കുന്നവൻ.
മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട് 3 പേരുകൾ അല്ലാഹു തആല കണ്ടു. ഒന്ന് ഗാഫിറാണ്, ഗാഫിറുൽ ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവൻ. 2 ഗഫാർ, ഗഫൂർ, അത് രണ്ടും ധാരാളമായി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഗാഫിർ എന്നാൽ പൊറുക്കുന്നവനാണെങ്കിൽ, ഗഫൂർ എന്നാൽ ധാരാളമായി പൊറുക്കുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. ഈ 3 നാമങ്ങളും റബ്ബിനുണ്ട്. അല്ലാഹു തആല പൊറുക്കാൻ തയ്യാറാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും, ആ തെറ്റുകൾ പൊറുക്കുന്നവനാണ് അല്ലാഹു തആല. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ. തൗബ ചെയ്തവന്, പശ്ചാത്തപിച്ചവന്, ഈമാൻ സ്വീകരിച്ചവന്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവന്, സുമ്മഹ്തദാ, പിന്നീട് നേരായ വഴിയിൽ ജീവിച്ചവർക്ക് ഞാൻ ഏറെ പൊറുക്കുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് പറ്റണം. പാപങ്ങൾ പൊറുക്കാൻ പ്രധാനമായും വേണ്ടത് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ വിശ്വാസം ക്ലിയറാവണം, ശിർക്കില്ലാതിരിക്കണം. ശിർക്കില്ല എങ്കിൽ ബാക്കി എല്ലാ തിന്മകളെയും പൊറുക്കാൻ അല്ലാഹു തആല തയ്യാറാണ് എന്ന്. ശിർക്കില്ല എങ്കിൽ എല്ലാം പൊറുക്കും അല്ലാഹു തആല പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, എന്റെ അല്ലാഹുവിന്റെ അടിമകളോടുള്ള പറയാണ്, നീ ഇബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്തായ, അല്ലയോ മനുഷ്യപുത്ര, നീ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് എന്നെ കാണാൻ പറ്റുന്നതെങ്കിലും ശരി, ഭൂമി നിറക്കാൻ മാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും പങ്കു ചേർക്കാതെയാണ് നീ വന്ന് ശിർക്ക് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ശിർക്ക് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. തോന്നിവാസങ്ങളും തിന്മകളും കൊലപാതകവും പരീക്ഷയും മദ്യവും മയക്കുമരുന്നും അടക്കം എല്ലാ തിന്മയും തോന്നിവാസങ്ങളും കൊണ്ട് നിറഞ്ഞ ജീവിതമാണ്. പക്ഷെ ശിർക്കുണ്ടായിട്ടില്ല. ഭൂമി നിറക്കാൻ മാത്രം അല്ലാത്ത പാപങ്ങൾ നിനക്കുണ്ട്. അതുമായി നീ എന്റെ അടുക്കൽ വന്നാലും ശരി, ശിർക്കില്ലാതെ വന്നാൽ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് അങ്ങോട്ട് വരാം. ഭൂമി നിറക്കാൻ മാത്രം പാപങ്ങളുമായി നീ വന്നാൽ, ഭൂമി നിറക്കാൻ മാത്രം പാപമോചനവുമായി ഞാൻ നിന്നിലേക്കും വരാം, നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം. റബ്ബിന്റെ റഹ്മത്തിന്റെ ആഴമാണ് ഈ ഹദീസ് തന്നെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് ഞാൻ ഓതി വെച്ച വചനമാണ്, വൻ പാപങ്ങൾ ഇല്ലെങ്കിൽ ചെറിയ പാപങ്ങൾ പഠിച്ചു റബ്ബ് പുറത്തു തരാമെന്നാണ്. ഇൻ തജ്തരിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങളുടെ വിലക്കിയ കബായിർ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, വലിയ വലിയ പാപങ്ങളില്ല, കുഫറില്ല, ശിർക്കില്ല, കൊലപാതകമില്ല, വ്യഭിചാരമില്ല, പലിശയില്ല, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പാപങ്ങൾ ചെയ്തിട്ടില്ല, എന്നാൽ ചെറിയ ചെറിയ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനും സ്വാഭാവികമായി ഉണ്ടാവും. അറിയാതെ വന്നുപോകുന്ന, അബദ്ധവശാൽ ചെയ്തു പോകുന്ന, അശ്രദ്ധയാൽ സംഭവിച്ചു പോകുന്ന ചെറിയ 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 തിന്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ തിന്മകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും, വൻ പാപങ്ങളില്ലെങ്കിൽ. സഹാബിമാരെ പറയാ, ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചത്ര മറ്റൊരായത്തിലും സന്തോഷിച്ചിട്ടില്ല. അങ്ങനെ വലിയ വലിയ പാപങ്ങളില്ലേ എങ്കിൽ ചെറിയ പാപങ്ങൾ പുറത്തു തരാം. റബ്ബിന്റെ ഓഫറാണ്. ചെറിയ പാപങ്ങൾ സംഭവിക്കാത്ത ആരുമില്ല. ആ തെറ്റുകളൊക്കെ അല്ലാഹു തആല അങ്ങനെ നമുക്ക് അല്ലാഹുവിന്റെ ഔദാര്യമായി പുറത്തു തരുന്നുവെന്ന്. മറ്റൊന്ന്, നന്മകൾ ചെയ്താൽ തിന്മകൾ മാഞ്ഞു പോകും. നബി തങ്ങൾ പറഞ്ഞു, തിന്മ സംഭവിച്ചു പോയാൽ നീ അതിന് ഉടനെ നന്മ ചെയ്യുക, എങ്കിൽ ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയും. തെറ്റ് സംഭവിച്ചു പോയി, ഒരു അബദ്ധം സംഭവിച്ചു പോയി എങ്കിൽ തൊട്ട് പിറകിൽ നന്മ ചെയ്യുക. 2 റക്അത്ത് നിസ്കരിക്കാം, സ്വതക്ക നൽകാം, ഖുർആൻ ഓതാം, ദിക്ർ ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം, ഒരു നന്മ കൽപ്പിക്കാം, തിന്മ വിരോധിക്കാം, ഒരു സൽസ്വഭാവത്തിൽ പെരുമാറാം, ഇങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും നന്മകൾ നീ ചെയ്യുക. തിന്മയുടെ പിന്നാലെ നീ നന്മ ചെയ്യുക, എങ്കിൽ ആ തിന്മകൾ ഈ നന്മകളാൽ മായ്ക്കപ്പെട്ടു പോകുമെന്നാണ്. ഈ നന്മ ചെയ്യുമ്പോൾ ആ തിന്മ ഇങ്ങ് മാഞ്ഞു. അപ്പൊ തെറ്റുകൾ സംഭവിച്ചാലുള്ള ഒരു പരിഹാരമാണ് ഉടനെ പോയി നന്മകൾ ചെയ്യുക. എന്തെങ്കിലും ഒരു ഖൈറായ കാര്യം, എന്തെങ്കിലും സ്വതക്ക, ഒരു തെറ്റ് സംഭവിച്ചു പോയി ഉടനെ സ്വതക്ക ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയും.
അതുപോലെ ചില ദിക്റുകളെ പറ്റി പ്രത്യേകം പറഞ്ഞു. ആ ദിക്റുകൾ അവന്റെ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയാൻ പറ്റാവുന്ന കാര്യമാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. ഉദാഹരണം നിസ്കാര ശേഷമുള്ള ദിക്റുകളെ പറ്റി പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ 33 തവണ ഒരാൾ ചൊല്ലുന്നു. 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നും പറഞ്ഞാൽ ഗുഫിറത് ലഹു ഖതായാഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ തിരമാലയോളം, കടലിലെ നുരയോളമുള്ള പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതെല്ലാം പുറത്തു പോകാൻ ഈ ദിക്ർ നിമിത്തമായി മാറുമെന്നാണ്. നമ്മൾക്ക് ചെല്ലുന്നതാണ് ആ ദിക്ർ. അവൻ ചെയ്ത പാപങ്ങളെ പുറപ്പിച്ചു കളയും. കടലിലെ നുരയോളം വരുന്ന കൊടാനുകോടി തിന്മകൾ അവനുണ്ട്, എന്നാലും ശരി അതെല്ലാം പുറത്തു പോകാൻ ആ ദിക്ർ പര്യാപ്തമാണ്. വുദൂ ചെയ്ത പാപങ്ങൾ പുറത്തു പോകുമെന്ന് ഹദീസിൽ കാണാം. വുദൂ ചെയ്യുമ്പോൾ ഓരോ അവയവം കഴുകുമ്പോഴും ആ അവയവം കൊണ്ട് ചെയ്ത തിന്മകളൊക്കെ മാഞ്ഞു പോകും. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തിന്മകൾ, മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെയ്തു പോയ തിന്മകൾ, കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്നുപോയ തിന്മയിലേക്കുള്ള നടത്തങ്ങൾ, അതെല്ലാം അവന് പൊറുക്കപ്പെട്ടു പോകുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ പാപങ്ങളെല്ലാം അവനിൽ നിന്ന് ഉതിർന്നു വീണു പോകുമെന്നാണ്. റുകൂഇലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ ആ പാപങ്ങളൊക്കെ തന്നിൽ നിന്ന് എല്ലാം ഉതിർന്നു വീണ് അതൊക്കെ ഇല്ലാതായി പോയി. ജുമുഅയ്ക്ക് പങ്കെടുത്താൽ കഴിഞ്ഞ വെള്ളി മുതൽ ഈ വെള്ളി വരെയുള്ള ഒരാഴ്ചക്കാലം സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ, ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന, അവക്കിടയിൽ ഉള്ളതിന് പ്രായശ്ചിത്തമാണ്, മോചനമാണ്. ഒരു വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ചയും വന്നു എങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് പോയിട്ട് ഇതുവരെയുള്ള സമയങ്ങൾക്കിടയിൽ മാനുഷികമായി സംഭവിച്ചു പോയ ചെറിയ 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 പാപങ്ങൾ എമ്പാടുമുണ്ടാകും. ആ പാപങ്ങളൊക്കെ പുറത്തു പോകാൻ ഈ ജുമുഅയിൽ പങ്കെടുത്താൽ മതി എന്നർത്ഥം. റമളാൻ മുമ്പത്തെ റമളാൻ മുതലുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇങ്ങ് റബ്ബിന്റെ നിഅ്മത്ത്, അവൻ റഹ്മത്ത് കൊണ്ട് അവൻ തുറന്നു തന്ന കവാടമാണ് പാപമോചനം എന്ന്. തെറ്റ് ചെയ്ത മനുഷ്യന് റബ്ബ് കൊടുത്ത പ്രത്യേകമായ ഓഫറുകളാണ്. ആ തെറ്റുകളെ അല്ലാഹു തആല പുറത്തു തരാം. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് മാപ്പാക്കി കൊടുക്കാമെന്ന് റബ്ബ് നൽകിയ ഒരു വലിയ ഓഫറാണ്. നാം അത് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന്. രാത്രി നിസ്കാരങ്ങൾ, വുദൂഉകൾ, ഇതൊക്കെ മനുഷ്യന്റെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യമാണ് എന്ന് ഹദീസുകൾ നമുക്ക് സ്ഥിരപ്പെട്ട് കാണാൻ കഴിയും. എന്തിനേറെ ഇൽമിന്റെ മജ്ലിസുകൾ, ഇൽമിന്റെ ദിക്റിന്റെ മജ്ലിസുകൾ, അല്ലാഹുവിനെ സ്മരിക്കുന്ന, റബ്ബിനെ കുറിച്ച് പറയുന്ന, ദീന് പറയുന്ന അറിവിന്റെ വേദികൾ, മജ്ലിസുകൾ അവിടെ ഒരുമിച്ച് കൂടിയാൽ പോലും അവിടെ പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്നാണ് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറുല്ലാഹ, ഏതെങ്കിലും സമൂഹം ഒരുമിച്ച് കൂടുന്നുവെങ്കിൽ യദ്കുറുല്ലാഹ, അല്ലാഹുവിനെ സ്മരിക്കാനാണ്, റബ്ബിനെ പറ്റി പറയാനാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, പടച്ച റബ്ബിന്റെ വജ്ഹല്ലാത്തൊരു ഉദ്ദേശം അവർക്കില്ല. പേരിനല്ല, പെരുമക്കല്ല, ആളാകാനല്ല, മറ്റൊന്നിനുമല്ല, അള്ളാന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഒരുമിച്ച് കൂടുന്നത്. ദീന് പറയുന്ന വേദികൾ, ഇൽമിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ വേദികൾ, അള്ളാഹിനെ കുറിച്ച് പറയുന്ന, റബ്ബിനെ സ്മരിക്കുന്ന വേദികൾ, അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നു. അവന്റെ ഉദ്ദേശം പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് എങ്കിൽ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അൻകൂമു മഗ്ഫൂറൻ ലക്കും, അൻകൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പിരിഞ്ഞു പോവുക, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥ. ആ മജ്ലിസ് കഴിയുമ്പോ, ആ വഅലിന്റെ വേദി കഴിയുമ്പോ, ആ ഇൽമിന്റെ മജ്ലിസ് കഴിയുമ്പോ മലക്ക് ആകാശലോകത്തിൽ വിളിച്ചു പറയുന്നു, അൻകൂമു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, മഗ്ഫൂറൻ ലക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോവുക. ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്, നിങ്ങളെ തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ്. സുബ്ഹാനല്ലാഹ്. തിന്മകളെ പൊറുക്കുന്നുവെന്ന് മാത്രമല്ല, ആ തിന്മകളെ പകരം നന്മയാക്കി മാറ്റിക്കൊടുക്കുന്നുവെന്നാണ്. ആ നിലക്കുള്ള വലിയ ഭാഗ്യവാന്മാരായി നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക എന്ന് ഒരു മലക്ക് ആകാശലോകത്തിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് സ്വീകാര്യയോഗ്യമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ ഒരു ഓഫറിന് അവകാശമുണ്ട് എന്ന് കൂടി കാണാം. ഒരുപക്ഷെ ആ മജ്ലിസ് ലക്ഷ്യം വെച്ച് വന്നവരല്ല,
മറ്റൊരു ഉദ്ദേശത്തിൽ വന്നവരാണ്. അവരെ കൂടെ വന്ന് ഇരിക്കേണ്ടി വന്നു. ഒരാളെ കാണാമെന്നാണ്. പക്ഷെ അയാൾ അവിടെ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞെങ്കിലേ അയാളെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അവിടെ ഇരുന്നു അയാളെ കണ്ടിട്ട് പോകാമെന്നത്. ഒരു സാധനം വാങ്ങാമെന്നതാണ്. അപ്പൊ പള്ളിയിൽ കയറിയപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, എന്നാ അവിടെ പോയിരിക്കാം. ഈ ക്ലാസ് ലക്ഷ്യം വെച്ചതല്ല, ഈ മജ്‌ലിസിലേക്ക് ലക്ഷ്യം വെച്ചതല്ല. പക്ഷെ മറ്റൊരാവശ്യത്തിൽ വന്നപ്പോ ഇതിൽ വന്ന് അവന് ഇരിക്കേണ്ടി വന്നു. അത്തരം ആളുകളെ പറ്റി മലക്കുകൾ പടച്ചവരോട് പ്രത്യേകം പറയുമെന്നാണ് റബ്ബേ. അതിൽ ചില ആളുകളുണ്ട്, അവർ ഇതിൽ പെട്ടവരല്ല. എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് അല്ല പറയുമ്പോ മലക്കുകൾ പറയുന്നത് ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ട്, അവർ അതിനു വേണ്ടി വന്നവരല്ല, ഈ ഉദ്ദേശത്തിൽ വന്നവരല്ല, മറ്റൊരാവശ്യത്തിൽ വന്നപ്പോൾ പെട്ടുപോയതാണ്, അവർക്കും നീ പുറത്തു കൊടുക്കുകയാണോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുമെന്നാണ്, ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും. ഹുമുൽ ഖൗം, ആ സമൂഹമുണ്ടല്ലോ, എന്നെപ്പറ്റി പറയാൻ ഒരുമിച്ച് കൂടി ആ ടീം, എന്റെ ദീന് പറയാൻ ഒരുമിച്ച് കൂടി ആ സംഘം, ലാ യശ്ഖാ ജലീസുഹും, അവരെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾ പോലും പരാജയപ്പെടുകയില്ല. ആ കൂട്ടത്തിൽ ഇരിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. അല്ലാഹുവിനെ പറ്റി പറയുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഹദീസ് പഠിക്കുന്നവർ, ദീന് പറയുന്നവർ, ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, അത്തരം ആളുകളെ കൂടെ കൂടുന്നവൻ ഒരുപക്ഷെ അത് പഠിക്കാവുന്നതല്ല, അത് ജോലിക്ക് വന്ന ആളാണ്, മറ്റാവശ്യത്തിന് വന്ന ആളാണ്. പക്ഷെ അങ്ങനത്തെ കൂട്ടത്തിലാണ് ബന്ധപ്പെട്ടത്. ആ ടീമിനെ കൂടെയാണ് അയാളുടെ ഇടപഴകലുകൾ. അവർക്ക് സേവനം ചെയ്യാനോ അവനെ കൂടെ കൂടാനോ ഒക്കെയാണ് അത് വന്നത് എങ്കിൽ ആ കൗമിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളും പരാജയപ്പെടുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യന്മാരായതുകൊണ്ട് പാപങ്ങൾ സംഭവിക്കും, തെറ്റുണ്ടാവും, തെറ്റില്ലാത്ത ആരുമില്ല. അമ്പിയാക്കൾ മാത്രമാണ് തെറ്റ് സംഭവിക്കാത്തവർ. ആ തെറ്റുകളെ പൊറുക്കണം, അത് പൊറുപ്പിക്കണം. അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ബോധപൂർവമായ ഇടപെടലുകൾ, ഈ സൂചിപ്പിച്ച പോലെ ഒന്നുകിൽ ഇസ്തിഗ്ഫാർ, പൊറുക്കാനായുള്ള പ്രാർത്ഥനകൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാം. അതേപോലെ പാപമോചനത്തിന് വേണ്ടിയുള്ള ഏത് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും നമുക്ക് വർദ്ധിപ്പിക്കാം. നന്മകൾ വർദ്ധിപ്പിക്കാം, തിന്മകൾ മാഞ്ഞു പോകും. വൻപാപങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, അത് മറ്റു പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. ജുമായും ജമാഅത്തുകളും നോമ്പും ഒക്കെ പാപങ്ങളെ പൊറുപ്പിക്കുന്ന കാര്യമാണ്. വുദൂഉകൾ ചെയ്യുക പാപങ്ങളെ പൊറുക്കുന്ന കാര്യമാണ്. നന്മകൾ ചെയ്യുക തിന്മകളെ മാഞ്ഞു പോകുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ചാൽ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് നമുക്കതിലൂടെ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് തൗബ എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് കേവലമായ ചൊല്ലിപ്പറച്ചിലല്ല, കാണാതെ പറഞ്ഞു പോകാനുള്ള ചില വചനങ്ങളല്ല തൗബ എന്ന്. യഥാർത്ഥത്തിൽ തൗബ എന്ന വാക്കിന്റെ ഭാഷാർത്ഥം മടക്കമെന്നാണ്. പോകുന്ന വഴി പിഴച്ചു എന്നറിയുമ്പോൾ തിരിച്ചു പോരുന്ന ആ മടക്കം, അതിന് ഭാഷയിൽ തൗബ എന്ന് പറയും. വാഹനം ഓടിച്ചു പോകുമ്പോ എവിടെയോ വെച്ച് റൂട്ട് മാറിപ്പോയി, ഒന്ന് വാഹനം സൈഡാക്കി ഒരാൾ ചോദിക്കും വഴി, അപ്പൊ പറയുക അവിടുന്ന് മാറിയല്ലോ, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അങ്ങ് അപ്പുറത്തുനിന്ന് തിരിഞ്ഞു പോകേണ്ട ആളാണ്. അവിടെ നമ്മൾ വണ്ടി തിരിക്കും, യൂട്ടേൺ അടിക്കും. അതാണ് ശരിക്കും തൗബ. ജീവിതത്തിന്റെ റൂട്ട് മാറി എന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചുള്ള ഒരു മടക്കം. അതിനാൽ താബ, തൗബ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. എന്റെ ഈ റൂട്ട് ശരിയല്ല, ഇത് സ്വർഗത്തിലേക്ക് എത്തുകയില്ല, ഈ വഴി എന്നെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന് ഏതു കാര്യത്തിൽ ഏതു സമയത്ത് ബോധ്യമാകുന്നുവോ അവിടെ വെച്ച് തിരിച്ചു പോകും. പിന്നെ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ ആകെ ചിന്തെന്താണ്,
റോഡ് മാറി എന്നറിഞ്ഞാൽ പിന്നുണ്ടാകുന്ന ചിന്ത എത്രയും വേഗം വണ്ടി തിരിക്കാൻ പറ്റുന്നതാണ്. 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ സ്വകാര്യ തിരിക്കാൻ സൗകര്യം ഉണ്ടെന്ന് അതിനു പോലും കാത്തുക വേണ്ട, കലപ്പടം കൊണ്ട് തിരിക്കാം. ഇനി മുന്നോട്ട് പോയിക്കൂടാ, റൂട്ട് മാറി. ഇനി മുന്നോട്ട് ഓടുന്നൊക്കെ നഷ്ടമാണ്. അതുകൊണ്ട് എത്രയും വേഗം തിരിച്ചു പോകണം, ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നാണ് ഒരു യാത്രക്കാരൻ വിചാരിക്കുക. ജീവിതമാകുന്ന യാത്രയിൽ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴി എവിടെയോ വെച്ച് തെറ്റിപ്പോയി എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ വെച്ച് മടങ്ങുക. ഇതാ റബ്ബേ ഞാൻ മടങ്ങുകയാണ്. 3 നിബന്ധനയാണ് തൗബക്കുള്ളത്. ഒന്ന്, തിന്മയിൽ നിന്ന് പിന്മാറുക. തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, തൗബയും ചെയ്യുക, അതിനർത്ഥമില്ല. തിന്മ അവസാനിപ്പിക്കുക. തെറ്റാന്ന് എപ്പോ മനസ്സിലായോ അവിടെ നിർത്തി, പിന്നെ വഴിക്കില്ല. ആ തെറ്റങ്ങ് തുടരുന്നുണ്ട്, പക്ഷേ അസ്തഗ്ഫിറുല്ലാ പറയുന്നുമുണ്ട്, എനിക്ക് കാര്യമൊന്നുമില്ല, ഇത് ഹറാമാണ്, എന്റെ റബ്ബ് വിലക്കിയതാണ്, എന്റെ പ്രവാചകനോട് വിരോധിച്ച കാര്യമാണ് എന്ന് എവിടെ ബോധ്യമായോ അവിടെ അവസാനിപ്പിച്ചു. 2, അത് ചെയ്തു പോയതിൽ ഖേദമുണ്ടാവുക. പറ്റിപ്പോയല്ലോ, ചെയ്തു പോയല്ലോ, അതിൽ വിഷമുണ്ടാവുക, ഖേദം, ആത്മാർത്ഥമായ വേദനയുണ്ടാവുക. 3, ഇനി ജീവിതത്തിലൊരിക്കലും അതിലേക്ക് മടങ്ങയില്ല എന്ന് തീരുമാനിക്കും. ചെയ്തതാലും ചെയ്തു പോയി, ഇനി ആ വഴിക്കില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോവുകയില്ല റബ്ബേ. റബ്ബിനെ സാക്ഷിയാക്കി ആത്മാർത്ഥമായി തീരുമാനമെടുക്കുക, ഇല്ല റബ്ബേ ഇനി ഞാൻ ആ വഴിക്കില്ല. ഒരുപക്ഷെ മനുഷ്യൻ പിന്നെ ആ റൂട്ട് മാറിയേക്കാം, അത് പറക്കാൻ പൈശാചികമായ പ്രേരണയാൽ ഒരുപക്ഷെ അവന് പിന്നെയും തെറ്റ് സംഭവിച്ചേക്കാം. പക്ഷെ അവന്റെ തീരുമാനം ഇനി ഒരു കാലത്തും ആ തെറ്റിലേക്ക് പോവില്ല എന്നാണ്, ആവർത്തിക്കില്ല എന്നാണ്. ഈ 3 നിബന്ധന പാലിച്ചുകൊണ്ട് മടങ്ങാൻ തയ്യാറായാൽ അതിന്റെ പേരാണ് തൗബ. തൗബത്തൻ നസൂഹ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചുവല്ലോ. 4ാമത് നിബന്ധനയുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആ ഇടപാടുകൾ തീർക്കുക. ഒരാളെ ചീത്ത പറഞ്ഞതാണ്, ഒരാളെ വേദനിപ്പിച്ചതാണ്, അവന് സാമ്പത്തികമായി ചൂഷണം ചെയ്തതാണ് എങ്കിൽ അത് പൊരുത്തപ്പിടിക്കുക. അല്ലെങ്കിൽ കൊടുത്തൊഴിവാക്കാനാണെങ്കിൽ കൊടുത്തൊഴിവാക്കുക. അത് പൊരുത്തപ്പിടിക്കാതെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് റബ്ബുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, ഈ മനുഷ്യരുമായി കൂടി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് അവൻ തീർത്തരണം, റബ്ബുമായി ബന്ധപ്പെട്ട് റബ്ബും പുറത്തുതരണം. അപ്പോഴേ അത്തരം തിന്മകൾ പൊറുക്കുകയും. ഈ 4 നിബന്ധനകൾ ചില തിന്മകൾക്ക്, അല്ലാത്തവർക്ക് 3 നിബന്ധനകൾ. ഇത് പാലിച്ചുകൊണ്ട് ഇതാ റബ്ബേ ഞാൻ മടങ്ങുന്നു എന്ന് ആത്മാർത്ഥമായി അവന്റെ മനസ്സിൽ തീരുമാനമെടുത്താൽ തന്നെ തൗബയായി കഴിയും. 100 ആളെ കൊന്നവനെ പറ്റി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മളെല്ലാം ഒരുപാട് കേട്ടതാണ്. 100 ആളെ കൊന്നവൻ വലം യഅമൽ ഖൈറൻ ഖത്തു എന്നാണ് ആ ഹദീസിൽ പറഞ്ഞത്. ഒരൊറ്റ നന്മയും ചെയ്തിട്ടുമില്ല. 100 ആളെ കൊന്നു എന്ന് മാത്രമല്ല, ഒരു നന്മയും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഖൈറായ ഒന്നും ചെയ്തിട്ടില്ല, തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ. 100 മനുഷ്യന്മാരെ കൊന്നവരാണ്. അതിലും വലിയൊരു പാപി വേറെ ആരുണ്ടാവും നമ്മളെ കണക്കിൽ. പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഒരു കുറ്റബോധം തോന്നി, എന്താ എന്റെ റൂട്ട്, എന്താ എന്റെ ജീവിതം, ഞാനിങ്ങനെ പോയ എന്താവുക, നന്നാകണമല്ലോ. ആ ബോധമുണ്ടായി. ഒരു പണ്ഡിതനെ ചെന്ന് കണ്ടു, അയാളുടെ ജീവിതത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞു, എന്റെ കഴിഞ്ഞ കാലമൊക്കെ ഇങ്ങനെയാണ്, നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബക്ക് വല്ല ചാൻസുമുണ്ടോ, മടങ്ങി വരാൻ, ജീവിതത്തിൽ തിരിച്ചു വരാൻ വല്ല ചാൻസുമുണ്ടോ? ആ പണ്ഡിതൻ ചോദിച്ചു, മൻ യഹൂലു ബൈനക വബൈന തൗബ, നിന്റെയും തൗബയുടെയും ഇടയിൽ മറയിടാൻ ആർക്കാ പറ്റും? തൗബ ഇല്ലാന്ന് ആർക്കാ പറയാൻ പറ്റും? തൗബുണ്ട്. എത്ര തെറ്റ് ചെയ്തോനും തൗബയുണ്ട്. ഈ നന്നാവില്ലെന്ന് പറയാൻ, പൊറുക്കപ്പെടില്ലെന്ന് പറയാൻ ആർക്കധികാരമുള്ളത്? നന്നാകാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ നിന്നാൽ അത് നന്നാവാൻ കഴിയില്ല. 100 ആളെ കൊന്നോനാണ്. ഇപ്പോ നന്നായാലും ആൾക്കാർ സമ്മതിക്കൂല. അങ്ങനെയാണല്ലോ, നന്നായി വന്നാ അഞ്ചു പള്ളിക്ക് എന്താ കാര്യം, മറ്റേ പണ്ടിങ്ങനെയല്ലേനോ എന്ന് ആൾക്കാർ പറയുള്ളൂ. അപ്പൊ ഈ നാട്ടിൽ നിന്നാൽ ഇത് നന്നാവാൻ കഴിയില്ല, ഈ നാട് അങ്ങനെയാണ്. തൽക്കാലം ഇവിടെ താമസം മാറി. അദ്ദേഹം ഒരു സ്ഥലം പറഞ്ഞിട്ട്, ഈ ഇന്ന സ്ഥലത്ത് പോയിക്കോ, അവിടെ കുറെ നല്ല മനുഷ്യന്മാർ, ഇനി അവിടെ പോയി അവരെ കൂടെ കൂടി ആ നല്ലോരെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് നന്നാകാൻ പറ്റും, അവിടെ പോയിക്കോ. അദ്ദേഹം അത് ആത്മാർത്ഥമായി ഏറ്റെടുത്തു. ഈ നാട്ടിൽ നിന്ന് പോകാൻ തയ്യാറായി. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. ആ നാട്ടിലേക്ക് എത്തിയില്ല. പോകുന്ന വഴിയിൽ അയാൾ മരിച്ചുപോയി. ആ പോകുന്ന വഴിയിൽ മരിച്ചുവിടും. നബി തങ്ങൾ പറയാണ്, പടച്ച റബ്ബ് അവന് സ്വർഗം നൽകിയ. എന്താ അയാൾ ചെയ്യുന്നത്? ഒരു നന്മയും ചെയ്തിട്ടില്ല. 100 മനുഷ്യന്മാരെ കൊന്ന, എല്ലാ തിന്മയും തൊലിവാസവും ചെയ്ത ഒരു പാപിയാണ്. പക്ഷെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി മടങ്ങാൻ തയ്യാറായി. അയാൾക്ക് മടങ്ങാനുള്ള അവസരം ഉണ്ടായി. ബാക്കി ജീവിതം നന്നാക്കാൻ ജീവിതമുണ്ടായില്ല, അതിന്റെ അടുക്കൽ മരിച്ചുപോയി. പക്ഷെ ആ ഒരു ആത്മാർത്ഥമായ മടക്കം
പടച്ച റബ്ബ് സ്വീകരിക്കുകയും അയാളുടെ മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്കുള്ള മടക്കമാണ് നമുക്ക് ആവശ്യം. തെറ്റുകൾ പലതും ഉണ്ടാവും. നമുക്കൊന്ന് ആലോചിച്ച് ഒന്ന് ഓർത്ത് എന്താ ജീവിതത്തിന്റെ റൂട്ട്, എന്താ എന്റെ സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് ആലോചിച്ച് റബ്ബ് എങ്ങനെ ആയാൽ പറ്റില്ല, എനിക്കൊന്ന് മാറണം. ചിട്ടമുള്ള കാലം നിന്റെ വഴിയിൽ തന്നെ ജീവിതത്തെ ക്രമീകരിക്കണം. നീ പറഞ്ഞ വഴിയിൽ എനിക്ക് ജീവിക്കണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്ന മനസ്സറിഞ്ഞ് തീരുമാനിക്കുകയും അതിന് തൗഫീഖിനായി പ്രാർത്ഥിക്കുകയും അതിനുള്ള വഴി എന്താ അന്വേഷിക്കുകയും ആ വഴിയിൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യാൻ തയ്യാറായാൽ റബ്ബ് സ്വീകരിക്കും. നമ്മുടെ കുറെ കാലത്ത് നിസ്കാരമൊന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. നമ്മുടെ ആ മനസ്സാണ്, ആ സന്നദ്ധതയാണ് പടച്ച റബ്ബിന് ആവശ്യം. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അവൻ തെറ്റു ചെയ്യാത്തവനെ പോലെ. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. തെറ്റെന്ന് അവൻ പശ്ചാത്തപിച്ചു എങ്കിൽ തെറ്റില്ല, പാപമില്ലാത്തവനെ പോലെയാണ് എന്ന് ഹദീസ് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെ നമ്മൾ വിമലീകരിക്കണം, ശുദ്ധീകരിക്കണം. അഴുക്കുണ്ട്, ഒരുപാട് മാലിന്യമുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് തോന്നിവാസമുണ്ട് ജീവിതത്തിലൊക്കെ സംഭവിച്ചു പോയത്. അതൊക്കെ ശുദ്ധീകരിച്ച് ആത്മാർത്ഥമായൊരു മടക്കം, അല്ലാഹ് എന്ന മനസ്സെന്നുള്ള ഒരു വിളി, റബ്ബുമായുള്ള മനസ്സിനൊരു ബന്ധം, അതാണ് ഏറ്റവും പ്രധാനം. ആ റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് റബ്ബിലെല്ലാം തവക്കുലാക്കി റബ്ബ് കാണിച്ച വഴിയിൽ തന്നെ ജീവിതം ക്രമീകരിക്കുമെന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ ആയുസ് ആ വഴിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ആയുസ് 1 മിനിറ്റ് ആയാലും വേണ്ടില്ല, 100 കൊല്ലമായാലും വേണ്ടില്ല, ആ ആയുസ് ഇനി റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ അത് ക്രമീകരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി തീരുമാനിച്ചാൽ റബ്ബ് കൈവിടുകയില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവരാണ് അല്ലാഹു തആല എന്ന ആ വചനം നമുക്ക് സന്തോഷ വാർത്തയാണ്. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ നരകം നമുക്ക് താങ്ങാൻ കഴിയില്ല, ഒരു സംശയവും വേണ്ട. ഒരു നിമിഷത്തേക്ക് പോലും, ഒരു സെക്കൻഡ് സമയത്തേക്ക് പോലും നരകം സഹിക്കാൻ കഴിയില്ല. അത്ര ദുർബലന്മാരാണ്. സ്വർഗം കിട്ടിയേ പറ്റൂ, സ്വർഗം കിട്ടിയേ പറ്റൂ. ആ നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പടച്ച റബ്ബ് അവൻ റഊഫാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്, ഗഫാറാണ്, ഗാഫിറാണ്. ആ റബ്ബ് ഒരിക്കലും കൈയൊഴികയില്ല. അവൻ നമ്മെ സ്വീകരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.